ഹേ ഗായ്സ്, ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു ന്യൂ മോമാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു പഴം, അതുപോലെ ഒരു പാല് കാച്ചിയത്, മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് എല്ലാ ദിവസവും എൻ്റെ ഇതേപോലെ ആയിരിക്കില്ല. വാവ ഉറങ്ങുന്നതിനനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. ഫസ്റ്റ് തന്നെ ഇപ്പം ഞാൻ ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ മുറ്റടിക്കാൻ പോകും. ഇപ്പോൾ രാവിലെ അടിച്ചില്ലെങ്കിൽ, രാവിലെ അടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം എന്തായാലും അടിക്കാൻ നോക്കാറുണ്ട്. കാരണം രാവിലെ ചിലപ്പോൾ അടിക്കൽ എനിക്ക് നടക്കാറില്ല. ചിലപ്പോൾ കുറച്ചും കൂടി ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ നനയ്ക്കാറുണ്ട്, ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാറുണ്ട്. അതിന് ഇപ്പോൾ രാവിലെ കൊടുക്കാൻ പറ്റിയില്ലേ വൈകുന്നേരം കൊടുക്കും. രാവിലെ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ചെടികളുടെ പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുന്നത് രാവിലെയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ വെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ബെഡിൻ്റെ വിരിയൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്, പുതിയത് വിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമാണ് ബെഡ്റൂം കാണാനായിട്ട്. ഞാനൊരു 3-4 ദിവസം കൂടുമ്പോൾ തന്നെ ബെഡ്റൂമിലെ വിരി മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ പൂരിയും ഉരുളക്കിഴങ്ങ് ബജിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു വാവ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അവളെ കുളിപ്പിച്ചു. പിന്നെ എല്ലാ കുട്ടികളുള്ള വീടുകളിലും ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും ഈ ഡിസ്പോസ് ചെയ്യണതിൻ്റെ കാര്യത്തിൽ, ഈ ഡയപ്പറല്ലേ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു വേസ്റ്റുകാരൻ, ആദ്യം നമ്മൾ വേസ്റ്റിൽ കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ വേസ്റ്റുകാരൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വാവയുടെ ഡ്രസ്സെല്ലാം കഴുകി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ ഉച്ചക്കത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ ഈവനിങ് ആണ്. ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഞങ്ങൾ ചോറൊന്നും കഴിക്കാറില്ല. എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ രാത്രി അന്ന് ഉണ്ടാക്കിയത് കടലക്കറിയും നൂലപ്പമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നൂലപ്പം എന്ന് പറഞ്ഞാൽ ഇടിയപ്പം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അതാണ് കഴിച്ചത്. പിന്നെ എന്നെപ്പോലെ തന്നെ ന്യൂ മോംസ് ആയിട്ടുള്ള കുറേ പേരുണ്ടാവുമല്ലോ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ കടമകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുക. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. എൻ്റെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 56 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ അത്രയും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഇപ്പോഴും ഉണ്ട്. എൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ്. എന്നാലും നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും എല്ലാവരെയും താങ്ങാൻ നിൽക്കരുത്. എന്നാലേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മടിച്ചുകളായി പോകും. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ശരിക്കും സടകുടഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ കടമകളെല്ലാം നമ്മൾ തന്നെ നോക്കാൻ. അത് കഴിഞ്ഞിട്ടേ മടിയുള്ളൂ. നമ്മളെ കടമകൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ പിന്നെ മടി പിടിച്ചിരിക്കാറുള്ളൂ. ഞാനിപ്പോൾ, പണ്ടൊക്കെ ഞാൻ നല്ല മടിച്ചായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. ആ ഒരവസ്ഥയാണ്. അങ്ങനെയായി മാറണം നമ്മൾ. പിന്നെ നമ്മുടെ ഒരു വളർച്ചയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതവും കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളതൊക്കെ കണ്ടിട്ട് ചില ആൾക്കാർക്ക് നമ്മളോട് കുശുമ്പോ അസൂയൊക്കെ ഉണ്ടാവും. അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ കർമ്മഫലം അവർക്ക് കിട്ടും, നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കും. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഓരോരോ വ്യൂസ് വരുന്നത് നോക്കാനും കമൻസ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിലും ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങളും എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുക. ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്ക് പോവുക, ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. ആരുടെയും ഡിപ്പെൻഡൻ്റ് അല്ലാതെ നിൽക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. ജോലി ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് എൻ്റെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടോ. ഇടിയപ്പത്തിന് ഞാൻ വെക്കാണ്. ഇടിയപ്പത്തിന് വെക്കുമ്പോൾ ഞാനിങ്ങനെ എണ്ണയൊക്കെ പുരട്ടിയിട്ടായിരിക്കും വെക്കുന്നത്. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇങ്ങനെ അതിൽ ബ്രഷ് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഒട്ടൂല. ഒട്ടാതെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും.
അല്ലെങ്കിൽ ഞാനിതൊരു എൻ്റെ ഒരു ആൻറ്റി ചെയ്യണ കണ്ടിട്ട് ടിപ്പാണ്. ഈ ടിപ്പ് ഞാൻ പഠിച്ചത് ഞാൻ ചെറുപ്പത്തിൽ ആൻറ്റിയുടെ നിൽക്കാൻ വേണ്ടി പോയപ്പോൾ ആ ആൻറ്റി കാണിക്കണം കണ്ടിട്ട് അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ. അതുപോലെ ഇതിങ്ങനെ ഷേപ്പാക്കണതും ഇതൊക്കെ ഞാൻ ഓരോ ആൾക്കാരെയൊക്കെ കണ്ട് പഠിച്ചതാണ് കേട്ടോ. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവൊന്നുമില്ല, എല്ലാം കണ്ടാണ് നമ്മൾ പാചകങ്ങളൊക്കെ പഠിക്കണത്. ഞാനിപ്പോൾ ഓരോരുത്തരുടെയിൽ നിന്നും ഓരോന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വേണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പണ്ട് ഈ ഇടിയപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങനെ കീറി ഇട്ടിട്ട് എന്തെങ്കിലും മുട്ടക്കറിയോ ഇറച്ചിക്കറിയോ എന്തിൻ്റെങ്കിലും ചാറിനായിട്ട് ഫുള്ള് മിക്സ് ആക്കിയിട്ട് അത് ഇങ്ങനെ ന്യൂഡിൽസൊക്കെ പോലെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ അതുമില്ലെങ്കിൽ മൊത്തം പൊടിച്ചിട്ടിട്ട് ബിരിയാണി എന്ന സ്റ്റൈലിൽ ഞാൻ കഴിക്കുമായിരുന്നു ചെറുപ്പത്തിലേട്ടാ. പിന്നെ ഇടിയപ്പം പാലിൻ്റെ കൂടെ കഴിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ കറി ഇട്ടിട്ട് കഴിക്കാനാണോ ഇഷ്ടം? എനിക്ക് കറി ഇട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പം അന്നുണ്ടാക്കിയത് കടലക്കറിയായിരുന്നു. അല്ലാതെ നമ്മൾ മുട്ടക്കറി ഇറച്ചിക്കറി ചിക്കൻ കറി എല്ലാ കറിയുടെ കൂടെയും കഴിക്കാമല്ലോ ഇടിയപ്പം. അങ്ങനെ രാത്രി നമുക്ക് ഡിന്നർ അതായിരുന്നു. പിന്നെ ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടാണ് കിടക്കണം. ബിഗ് ബോസ് കണ്ടുകൊണ്ടായിരിക്കും മിക്കപ്പോഴും കഴിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും, എന്നാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കണത്. വാവ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ അവളെ നോക്കണം, പാല് കൊടുക്കണം. രാത്രിയൊക്കെ എപ്പോഴാണ് ഉറങ്ങണമെന്നൊന്നും കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ഡേ പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.